ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കസാനക്കോട്ടയിൽ ഈ പുലി പ്രത്യക്ഷപ്പെട്ടത്. ഒരു സ്ത്രീയാണ് ആദ്യം പുലിയെ കാണുന്നത്. തുടർന്ന് ഇവരെ പുലി ആക്രമിച്ചു. ഇവർ കരഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോഴാണ് ഈ ഭാഗത്തു നിന്ന് പുലി നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പുലി എത്തുന്നത്. ഇവിടെ വെച്ചും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും മറ്റ് 2 പേരെയും പുലിയുടെ ആക്രമണം ഉണ്ടായി. തുടർന്ന് പുലി ഇവിടെ ഞാൻ ഈ നിൽക്കുന്നതിന് തൊട്ട് താഴെയുള്ള പൊന്തക്കാടിനുള്ളിൽ പുലി പതുങ്ങുകയായിരുന്നു. ഇവിടെ തുടർന്ന് പുലി ഇറങ്ങി എന്ന വിവരം അറിഞ്ഞ് 100 കണക്കിന് ആളുകൾ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ തടിച്ചുകൂടി. പോലീസും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെല്ലാം, വനം വകുപ്പ് അധികൃതർ, പോലീസ് തുടങ്ങിയവരെല്ലാം ഈ സമയത്ത് ഇവിടെ എത്തി. തുടർന്നാണ് അല്പസമയത്തിന് ശേഷമാണ് പുലി ഇവിടെ നിന്ന് ഇതിനടുത്തുണ്ടായിരുന്ന ഒരാളെ ആക്രമിച്ചു. ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പുലിയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെയെല്ലാം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് ഇപ്പോൾ പോലീസ് പ്രധാനമായും ചെയ്യുന്നത് ഈ പുലി അതായത് ഈ പ്രദേശത്ത് നിന്ന് ഈ ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കളക്ടർ ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസിനെ ഉപയോഗിച്ച് ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് നിന്നും വനം വകുപ്പിൻ്റെ ഒരു സംഘം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കോഴിക്കോട് നിന്ന് വനം വകുപ്പിൻ്റെ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ മോഹനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെത്തിയതിനു ശേഷം മയക്കുവെടി വെക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ അതിനു മുമ്പ് പുലി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും വെടിവെക്കും എന്ന് പോലീസ് വനം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് നീക്കം. എന്തായാലും ഇതിൻ്റെ ഈ പ്രദേശങ്ങളിലെല്ലാമായി ഇപ്പോഴും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. ഇവരെ ഒഴിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പോലീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം, അല്ലെങ്കിൽ വിഷമകരമായ ഒരു ദൗത്യം. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ലൈറ്റ് സജ്ജീകരിക്കാൻ ഉള്ള തീരുമാനമുണ്ട്. അതിനുശേഷം പുലി ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഒരു അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച ഒരു എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഇവർക്കിടയിൽ കൃത്യമായി ഇല്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കോഴിക്കോട് നിന്ന് ഈ വനം വകുപ്പിൻ്റെ വെറ്റിനറി ഡോക്ടറെ കാത്തു നിൽക്കുകയാണ് വനം വകുപ്പ്. ഒപ്പം പോലീസ് ഇതിന് ചുറ്റുമുള്ള ആളുകളെ മാറ്റി ഇവിടെ ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും അതിനിടയിൽ പുലി പുറത്തിറങ്ങിയാൽ വെടിവെക്കുമെന്ന് പോലീസ് വനം വകുപ്പിനെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട്.